കൂടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. തലകുനിക്കാത്തതാണെന്റെ യൗവനം. തലകുനിക്കാത്തതാണെന്റെ യൗവനം. കെ വി സുധാകരന്റെ ഒരു സമരനൂറ്റാണ്ട് എന്ന പുസ്തകത്തിലെ പ്രസാദനക്കുറിപ്പിൽ പറയുന്നത് പോലെ യുക്തിയുടെ ഭാരങ്ങൾ അഴിച്ചുവച്ച് വാരിക്കുന്തങ്ങളുമായി യന്ത്രത്തോക്കുകൾക്കെതിരെ കുതിച്ചവർക്കൊപ്പം അണിനിരന്ന അന്നുമുതൽ തുടങ്ങുന്നു കേരളം കണ്ട ഏറ്റവും ചലനാത്മകമായ VSന്റെ രാഷ്ട്രീയ ജീവിതം. വിജയമല്ല ഒരു പോരാളിയുടെ ലക്ഷ്യമെന്നും പോരാട്ടം മാത്രമാണ് എന്നും നന്നായി തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു VS. ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും പറയാൻ VSന് മടിയുണ്ടായിരുന്നില്ല. നിലപാടുകളുടെ ധീരതയുടെ പേരുകൂടിയായിരുന്നു VS. പ്രധാനമന്ത്രി പ്രകടിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്രയേറെയൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. ഇത് കേരളമാണ്. 2006 മനോരമ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് VS അച്യുതാനന്ദനായിരുന്നു. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് VS നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാനും എൻ്റെ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മാധ്യമമാണ് മനോരമ ന്യൂസിൻ്റെ ഉടമസ്ഥരായ മലയാള മനോരമ. വയൽ നികത്തലിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും വെട്ടിനിരത്തൽ സമരമെന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും നിരന്തരം അധിക്ഷേപിച്ചു. വർഗപരമായ നിലപാടുകളിൽ ഞങ്ങൾ ഇരുധ്രുവങ്ങളിലാണ്. 2006 സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് VS ഈ അവാർഡ് സ്വീകരിച്ചത്. മലയാള മനോരമയുടെ ഉടമസ്ഥർ അവാർഡ് നൽകി ബഹുമാനിച്ചു എന്നതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറയാൻ VS കൂട്ടാക്കിയില്ല. സമാനതകളില്ലാത്ത സമരാനുഭവത്തിന്റെ കടലായിരുന്നു VS. തീഷ്ണ അനുഭവങ്ങളുടെയും ത്യാഗത്തിൻ്റെയും കരുത്ത്. ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് VSന്റെ വലത് കാലിൽ കുത്തി. കാൽവെള്ളയിൽ ബയണറ്റ് കുത്തി ഇറക്കുമ്പോൾ ഒരു നിമിഷം ഒന്നലറി. പിന്നെ അവിടെ രക്തക്കളമായി. ഇതിനകം തന്നെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസിന് വെപ്രാളമായി. അനക്കമില്ലാതെ അച്യുതാനന്ദൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. 15 പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന് ദേഷ്യം തോന്നി. അയാളുടെ തോക്കിൽ ബയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ ബയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കാല് വെള്ളക്കി. നല്ല സൗകര്യമാണല്ലോ, കട്ടി ഇട്ടിരിക്കുന്നില്ല പ്രൊഫഷൻ. അങ്ങനെ കുത്തി. പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ ചേറിലേക്ക് VS കാലുവയ്ക്കുമ്പോൾ 20 പ്രായം. ആ മണ്ണിൽ ചവിട്ടിക്കുഴച്ച് പരുവപ്പെടുത്തിയ രാഷ്ട്രീയ അനുഭവമാണ് VS എന്ന 2 അക്ഷരങ്ങളുടെ തിളക്കം. VS രൂപപ്പെട്ടു വന്നതിന് അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ പൊരുതാനുള്ള കരുത്ത് അദ്ദേഹത്തിന് നൽകിയത് തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യം കണ്ടുപിട്ടിയ സഖാവ് പി കൃഷ്ണപിള്ളയും തുടർന്നുണ്ടായ നേതാക്കളും നൽകിയ ധൈര്യവും ഊർജവുമാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ബോധ്യമായിട്ടുള്ള കാര്യം. ദുരിതബാല്യവും ദുരന്തങ്ങളും പിന്നിട്ട ജീവിതം, തീഷ്ണകാലം തീർത്ത അനുഭവ പരിസരം VSന്റെ മനസ്സിനെയും പരുവപ്പെടുത്തി. 4 വയസ്സുകാരൻ അച്യുതൻ കളിച്ചുല്ലസിച്ച് നടക്കുമ്പോഴായിരുന്നു അമ്മയ്ക്ക് ദീനം പിടിപെട്ടത്. വസൂരി രോഗത്തിന് തിണർപ്പുകളിൽ വ്രണങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ വികൃതമായി വേദന കൊണ്ട് പുളയുകയായിരുന്നു അക്കമ്മ. ഓലപ്പുരയുടെ പാളി തെല്ലൊന്ന് അകത്തി മാറ്റി അക്കമ്മ മക്കളെ ഒന്ന് നോക്കി. അച്യുതനേക്കാൾ 9 വയസ്സ് കൂടുതലുണ്ടായിരുന്ന ഗംഗാധരന് കാര്യങ്ങൾ മനസ്സിലായി. കണ്ണീരടക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അച്യുതനും താഴെയുള്ള കുട്ടികൾക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ പിറ്റേ ദിവസം അക്കമ്മ വസൂരി രോഗത്തിന് കീഴ്പ്പെട്ട് യാത്രയായി. ഒരു ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവുകൊണ്ട് VS മറികടന്നു. പ്രായം പോലും VSനെ തളർത്തിയില്ല. നമുക്ക് അത്ഭുതം തോന്നുന്നത്
90 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹം ഹിന്ദി പഠിക്കാൻ തീരുമാനിക്കുന്നത്. അവിടെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹിന്ദി പ്രൊഫസർ വന്ന് അദ്ദേഹത്തെ ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു. നമുക്കത് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ 90-ാം വയസ്സിൽ ഒരാൾ ഹിന്ദി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തിനും ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത പഠനത്തിന്റെ മഹാപുസ്തകമാണ് VS. നിലയ്ക്കാത്ത പോരാട്ടത്തിന്റെ രക്തധാരകം, കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ ഒരു സമര നൂറ്റാണ്ട്, തിര ഒടുങ്ങാത്ത കടൽ പോലെ VS. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനും ആശ്രയ് S വാര്യർക്കുമൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.